ക്ഷേത്ര മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി പറഞ്ഞു. ബലിക്രിയകളുടെ നേരത്തെ തുടങ്ങും. 2:30 വെളുപ്പാങ്കാലത്ത് 2:30 മണി കഴിയുമ്പോൾ തന്നെ ബലിക്രിയകളൊക്കെ കടവിൽ തുടങ്ങുന്നുണ്ടാവും. അമ്പലത്തിൽ 4 മണിക്കാണ് നട തുറക്കുക. നിർമ്മാല്യ ദർശനം 4 മണിക്കാണ്. 4-4:15 വരെ നിർമ്മാല്യ ദർശനം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അഭിഷേകം, മരണനേദ്യം, ധാര അത്രയും തുടങ്ങി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ധാര മുഴുവനാക്കുന്നത് 7 മണിയൊക്കെ ആയിട്ടാണ്. 7 മണിക്ക് ശേഷം ഇവിടെ തിലഹോമം, ഹോമാദികളൊക്കെ ഉണ്ട്. തിലഹോമം, നമസ്കാരം, അങ്ങനെയുള്ള ഹോമങ്ങളൊക്കെ 7 മണിക്ക് തുടങ്ങും. അത് ഓൾമോസ്റ്റ് ഒരു 10-11 മണി വരെ ആ ഹോമങ്ങളൊക്കെ ഉണ്ടാവും. 12 മണിക്കാണ് നട അടയ്ക്കുന്നത്. രാവിലെ 4 മണിക്ക് നട തുറക്കുക, 12 മണിക്ക് അടയ്ക്കുക. അപ്പോൾ ചടങ്ങായിട്ടുള്ളത് മുഴുവൻ രാവിലെ 4:15 തൊട്ടുള്ള ചടങ്ങാണ്. 11 മണി വരെയുള്ള ചടങ്ങ്, 11-11:30 വരെയുള്ള ചടങ്ങുകളാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ദേവസ്വം ബോർഡ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. കർക്കിടക വാവ് പ്രമാണിച്ച് ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് യാത്ര സുഗമമാക്കുന്നതിന് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. ഇതോടൊപ്പം KSRTCയും അധിക സർവീസുകൾ നടത്തും. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ആലുവ, മണപ്പുറത്തും പരിസരത്തും 3 DYSPമാരുടെ നേതൃത്വത്തിൽ 450ഓളം പോലീസുകാരെ വിന്യസിപ്പിക്കും. മഫ്തിയിൽ പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിനുണ്ടാകും. കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. അധിക പോലീസ് പട്രോൾ സംഘവും ഡ്യൂട്ടിക്കുണ്ടാവും. 25ഓളം ഫയർ ഓഫീസർമാരെ അധികമായി നിയോഗിച്ചിട്ടുണ്ട്. സ്കൂബ ഡൈവിംഗ് സംഘവും 2 ഡിങ്കി ബോട്ടുകളും ഉണ്ടാകും. ഫയർഫോഴ്സിന് കീഴിൽ 40ഓളം സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഉണ്ടാകും. ഫയർഫോഴ്സിന്റെ ഒരു വാഹനം മണപ്പുറം കേന്ദ്രീകരിച്ചാണ് ഉണ്ടാവുക. എക്സൈസ് വിഭാഗവും പ്രത്യേക പരിശോധനകൾ നടത്തും. ആലുവ, മണപ്പുറത്ത് നടക്കുന്ന ഇത്തവണത്തെ കർക്കിടക വാവുബലിക്കുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായി. ക്ഷേത്ര മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ബലിതർപ്പണത്തിന് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ എത്തിച്ചേരുക. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടുകൂടി ഇത്തവണയും കടുത്ത സുരക്ഷയിൽ തന്നെയാണ് ആലുവ, മണപ്പുറത്ത് ബലിദാന ചടങ്ങുകൾ ഒരുക്കിയിരിക്കുന്നത്. ആലുവ, മണപ്പുറത്ത് നിന്നും ക്യാമറമാൻ അരുൺ ചാലക്കുടിക്കൊപ്പം അമ്മു വി പൊന്നപ്പൻ, ജയ് ഹിന്ദ് ന്യൂസ്.